ശ്രീജിത്ത് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ സത്യവാങ്മൂലത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. പിന്നടത്തം എന്ന പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ശ്രീജിത്ത്? ഉന്മേഷ, യുവതി പ്രവേശന കാര്യത്തിൽ എന്താണ് നിലപാട് എന്നത് വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി ചോദിച്ചിട്ടില്ലെങ്കിലും ഭരണഘടനയുമായി ബന്ധപ്പെട്ട 7 ചോദ്യങ്ങളാണ് സർക്കാരിനോട് ആരാഞ്ഞിരിക്കുന്നത്. അതിന് നൽകിയ 17 പേജുള്ള ഉത്തരത്തിൽ യുവതി പ്രവേശനത്തിൻ്റെ കാര്യത്തിലും സർക്കാരിന് എന്താണ് നിലപാട് എന്ന് വരികൾക്കിടയിൽ വ്യക്തമാക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പിച്ചും പറയാം. കാരണം വിശ്വാസപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അത് ഭരണഘടന കൊണ്ടോ നിയമം കൊണ്ടോ മാത്രം തീരുമാനമെടുക്കാവുന്ന വിഷയമല്ല, മറിച്ച് ആ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാണ്ഡിത്യമുള്ള ആളുകളും ഒപ്പം തന്നെ മറ്റ് വിദഗ്ധരുമായി ഇരുന്ന് ഉള്ള ഒരു കമ്മിറ്റി, അത്തരമൊരു സമിതി ചർച്ച ചെയ്ത് അവർ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് കോടതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാം എന്ന കാര്യമാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ യുവതി പ്രവേശനത്തിന്റെ കാര്യത്തിൽ യുവതി പ്രവേശനം എന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണെന്നും ആ ആചാരത്തിന്റെ കാര്യത്തിൽ നിയമപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയിൽ നിന്ന് അഭിപ്രായം തേടുന്നതാണ് നല്ലതെന്നും അതിനുശേഷം കോടതി തീരുമാനമെടുക്കുന്നതാണ് നല്ലതെന്നും പറയുമ്പോൾ യുവതി പ്രവേശന കാര്യത്തിലും തങ്ങൾക്കുള്ള സമീപനം എന്താണ് എന്ന കാര്യമാണ് സർക്കാർ വരികൾക്കിടയിലൂടെ വ്യക്തമാക്കുന്നത്. 2007 VS സർക്കാരിൻ്റെ കാലത്താണ് ഇങ്ങനെ ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ലിംഗനീതിയെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ലിംഗസമത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ഒരു സമീപനം, യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിച്ചു. പിന്നീട് സുപ്രീം കോടതി വിധി വന്നപ്പോൾ 2 യുവതികളെ ശബരിമലയിൽ കയറ്റുന്ന അടക്കമുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയി. ആ തെറ്റുകളെല്ലാം അല്ലെങ്കിൽ ആ വിശ്വാസി സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ആ വിശ്വാസി സമൂഹത്തിന് തെറ്റായി തോന്നിയ കാര്യങ്ങളെല്ലാം സർക്കാർ തിരുത്തുകയാണ്. 2019 തന്നെ ആ തിരുത്തലിൻ്റെ സൂചനകൾ നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയേറ്റപ്പോൾ ഇപ്പോൾ അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ വെച്ച് നേരിട്ട് ഒരു ഉത്തരം പറഞ്ഞില്ലെങ്കിലും വരികൾക്കിടയിലൂടെ യുവതി പ്രവേശനത്തെ ആചാര സംരക്ഷണത്തെ അനുകൂലിക്കുന്ന ഒരു സമീപനത്തിലേക്ക് സർക്കാർ വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീജിത്ത്, തീർച്ചയായും ഇതിനൊരു രാഷ്ട്രീയമുണ്ടല്ലോ. കാരണം അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടിയിൽ നിന്ന് സർക്കാരും ഒപ്പം CPIയും ഇടതുപക്ഷവും ഒക്കെ പഠിച്ച വലിയ പാഠമുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണമല്ലോ ഇപ്പോഴത്തെ നിലപാടിനെ കാണാൻ. പക്ഷെ അപ്പോഴും ഒരു വഴുതൽ നിലപാടെന്നല്ലേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ ശ്രീജിത്ത്? ഉന്മേഷ, വിശ്വാസപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയമായ തിരിച്ചടി നേരിട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് സമീപനം, പുരോഗമന സമീപനം ഉപേക്ഷിച്ചു എന്ന വിമർശനം സർക്കാരിന് തീർച്ചയായും നേരിടേണ്ടി വരും. സർക്കാർ ഇപ്പോൾ തന്നെ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ആ കാര്യത്തിൽ പാടെ തങ്ങളുടെ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് വരുത്താതെ സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലൂടെ ഭംഗ്യന്തരേണ അതിനുള്ള മറുപടി, ആ നിലപാട് വ്യക്തമാക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. വിശ്വാസപരമായ കാര്യങ്ങളിൽ കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നടപ്പിലാക്കാൻ പോയപ്പോഴുണ്ടായ രാഷ്ട്രീയ അനുഭവം മുൻനിർത്തിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ വന്നത്. അത് ആ അനുഭവം എന്ന് പറഞ്ഞാൽ 2017-18 കാലത്ത് വന്ന സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ പോയി 2 യുവതികളെ ശബരിമലയിൽ കയറ്റി ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും ശബരിമലയിൽ ദർശനം നടത്താൻ സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണെന്ന് വിമർശനം ഉയർന്നു. അതിനെല്ലാം വലിയ തിരിച്ചടിയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. പിന്നീട് തിരുത്തൽ നടപടിയെന്നോണം CPIഎമ്മിന്റെ നേതൃത്വത്തിൽ വീടുകൾ കയറിയപ്പോഴും മറ്റും പാർട്ടിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ശബരിമല വിഷയത്തിലെടുത്ത സമീപനമാണ്. ഒട്ടേറെ വിശ്വാസികളെ വേദനിപ്പിച്ച വിഷയത്തിൽ സർക്കാരും CPIഎമ്മും തെറ്റുതിരുത്തുന്നുവെന്ന സൂചന അന്ന് തന്നെ നൽകിയിരുന്നു. ആ സൂചനയുടെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും പ്രായോഗികമായ ഒരു രൂപമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഘട്ടത്തിലും സർക്കാരിന് കൂടുതൽ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ആ ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ യുവതി പ്രവേശനത്തെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുകയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ചോദിച്ച ഭരണഘടനാപരമായ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലും ആചാര സംരക്ഷണത്തിന് ഒപ്പം നിൽക്കുന്ന യുവതി പ്രവേശനത്തെ എതിർക്കുന്ന സമീപനം സർക്കാരിനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പരാമർശങ്ങളുണ്ട്. അങ്ങനെ വ്യാഖ്യാനം ചെയ്യാവുന്ന പരാമർശങ്ങളുണ്ട്. അതുവഴി ഒരു രാഷ്ട്രീയമായ ഒരു രക്ഷപ്പെടൽ, രാഷ്ട്രീയമായ ഒരു രക്ഷാപ്രവർത്തനം സർക്കാർ നടത്തുന്നു. എന്നാൽ അത് ഒരു പുരോഗമന വീക്ഷണത്തിൽ നിന്നോ കമ്മ്യൂണിസ്റ്റ് സങ്കല്പത്തിൽ നിന്നോ ഉള്ള വഴുതലായി വേണമെങ്കിൽ കണക്കാക്കുക തന്നെ ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.